വർക്ക് ചെയ്യണം, എന്താണ് ടെക്നിക്കൽ എന്നുള്ളത്. അപ്പം എല്ലാം ക്യാപിറ്റലിസത്തിൽ പോയൊരു കാലഘട്ടത്തിൽ ആക്ച്വലി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ആശയം ആലോചിച്ച പോലും പറയുക ഇന്ന് കമ്മ്യൂണിസം ഇല്ല, മരിച്ചു കഴിഞ്ഞു. അതുതന്നെയാണ് എനിക്ക് സദാനന്ദ മാഷിനോടും പറയാനുള്ളത്. കൃഷ്ണൻ ഒരു ചെറിയ കഥയിലൂടെ പറയാം. ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ ആള് ആറ്റം ബോംബ് കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം ഇത് കണ്ടുപിടിച്ച് ലോകനാശത്തിനാണ് ഇത് ഞാൻ കണ്ടുപിടിച്ചതെന്ന് അയാൾ മനസ്സിലാക്കി. ഹിറോഷിമയിലും നാഗസാക്കിയിലും ബോംബിടാൻ എല്ലാം പ്ലാൻ ചെയ്ത് അയാൾ ഇരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം അറിയാത്ത അയാൾ ദൈവത്തിനോട് മാപ്പ് ചോദിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെയൊന്നും അറിയാത്തപ്പോൾ അദ്ദേഹം ഒന്ന് പഠിച്ചപ്പോൾ ഏറ്റവും എടുത്ത് ഭാരതത്തിൽ ജനിച്ച പുരാണത്തിലെ ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീത എന്താണ്? കൃഷ്ണൻ 18 ദിവസം കൊണ്ട് ലോകത്തിൻ്റെ ആദ്യം തൊട്ടിട്ട് ഇന്ന് വരെ അവസാന നിമിഷം വരെ നമ്മൾ അനുസരിച്ചു പോകേണ്ട ഒരു ഗ്രന്ഥമാണ് നമ്മളെ പുരാണം. വേദങ്ങൾ ജനിച്ച ഈ നാട്ടിൽ പുരാണത്തിലൂടെ നമ്മളെ കഥകൾ പറഞ്ഞു തരുമ്പോൾ ഈ ഭഗവത്ഗീതയിലെ 32ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകമാണ് അദ്ദേഹം ആ ഒരു മാപ്പ് പറയാൻ, ദൈവത്തിനോട് എങ്ങനെ സംസാരിക്കും എന്ന് പറയാൻ ആറ്റം ബോംബ് കണ്ടുപിടിച്ചു.